സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തേ തേടുന്നു മുല്ലമുളങ്കുഴലിൽ പിന്നെയും ചാഞ്ചാടും ചെല്ലമഴത്തുള്ളിയേ കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തേ അല്ലി മലർക്കിളിയേ മംഗളം മൊഴിഞ്ഞ മാത്രയിൽ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തേ അല്ലി മലർക്കിളിയേ നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂ പൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയേ അമ്മാനം മാനത്തേ അല്ലി മലർക്കിളിയേ കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ പതുക്കെ പോയാ മതി. സുഖമില്ലാത്ത ആളാ, ഹാർട്ടാ. കുണ്ടിലും കുഴിയിലൊന്നും ഇടരുത്. സൂക്ഷിച്ചു പോണേ. എന്റെ വിഘ്നേശ്വര, എന്റെ ഗോവിന്ദന് ഒരു അസുഖവും വരുത്തരുതേ ഈശ്വര. കുറെ കാശ് അനാവശ്യമായിട്ട് ഇവിടെ ചെലവാക്കിയപ്പോ എന്റെ മോക്ക് സമാധാനമല്ലോ. എന്താ ഡോക്ടർ പറഞ്ഞേ? പതിവുള്ള മരുന്ന് മുടക്കരുത്, ദേഹം അധികം സ്ട്രെയിൻ ചെയ്യരുത്, ദിവസവും കാലം നടക്കണം, പിന്നെ ഡയറ്റ് കൺട്രോൾ ചെയ്യണം. ഇതൊക്കെയല്ലേ? ഇത് കേൾക്കാൻ വേണ്ടി ഇത്രയും ദൂരം എന്തിനാ നമ്മൾ ഈ കാശ് ചെലവാക്കി വന്നത്? ഇതൊക്കെ ഇപ്പൊ അയാൾ പറയാതെ തന്നെ നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലേ. എന്നാ ഇനിയിപ്പോ എല്ലാത്തിനും അച്ഛൻ മതിയല്ലോ. എന്തിനീ രാജ്യത്ത് ഡോക്ടർമാര്? വേണമെങ്കില് നമുക്ക് അമ്മായിയുടെ വീട്ടു പഠിക്കൽ ഒരു ബോർഡ് കൊണ്ടുപോയി വയ്ക്കാം. ഡോക്ടർ ഗോവിന്ദൻ മാഷ്. എന്താ? ആ പ്രയോഗം അസലായി. ഡോക്ടർ ഗോവിന്ദൻ മാഷ്. അന്ന് അച്ഛൻ അറ്റാക്ക് വന്നപ്പോഴേ
ഞാൻ അനുഭവിച്ച ടെൻഷൻ എന്താന്ന് എനിക്കും ദൈവത്തിനെ അറിയൂ. എന്നിട്ടിപ്പോ ഒരു വർത്തമാനം പറയുന്നത് കേട്ടില്ലേ? മോളെ, ആയുസിന്റെ കാലാവധി കണക്കാക്കുന്നത് ഈ ഡോക്ടർമാരൊന്നുമല്ല, ഒരു മാസ്റ്റർ ഹെഡ് ഉണ്ട് അങ്ങ് മോളില്. അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവും ആർക്കൊക്കെ എന്തൊക്കെ എപ്പോഴാ എങ്ങനെയെന്നൊക്കെ. അതിന് നമ്മൾ കിടന്ന് പരിഭ്രമിച്ചിട്ട് ഒരു കാര്യമില്ല. എന്താ മോളെ? മോളെ, നീ ആരെയാ നോക്കണേ? അച്ഛൻ അവിടെ ഇരിക്കെ, ഞാൻ വന്നിട്ട് പറയാം. ഒന്ന് നിന്നേ. മിസ്റ്റർ ഗോപൻ. അതെ, മനസ്സിലായില്ല. ഞാൻ പറയാം. അതിനു മുൻപ് എനിക്ക് നിങ്ങളോട് ഇത്തിരി സംസാരിക്കാനുണ്ട്. എന്താ കാര്യം? നമുക്ക് അല്പം മാറി നിന്ന് സംസാരിക്കാം. അല്ല മിസ്റ്റർ, നിങ്ങൾ ഈ സ്ത്രീകളെ കുറിച്ച് എന്താ ധരിച്ചു വച്ചിരിക്കുന്നേ? തോന്നുമ്പോ ഉപയോഗിക്കാനും ഉപേക്ഷിക്കാനും അവരെന്താ നിങ്ങളുടെയൊക്കെ ഉപഭോഗ വസ്തുക്കളോ? അതോ നിങ്ങളുടെയൊക്കെ കുഞ്ഞുങ്ങളെ പ്രസവിക്കാനുള്ള വെറും യന്ത്രങ്ങളോ? കാര്യങ്ങൾ മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാ അറിയാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. 6 വർഷം മുൻപ് ആദ്യ ഭാര്യയുടെ ആങ്ങളെ പേടിച്ച് മറ്റൊരുവളെ ഉപേക്ഷിച്ചത് ഓർമ്മയുണ്ടോ? അവൾ അന്നൊരു ഗർഭിണിയായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ചിലപ്പോ ആ പെൺകുട്ടിയുടെ പേര് പോലും നിങ്ങൾ ഓർക്കുന്നുണ്ടാവില്ല. വേണമെങ്കിൽ ഞാൻ ഓർമ്മപ്പെടുത്താം. ഇന്ദു. ഗോപേട്ട ഗോപേട്ട എന്ന് വിളിച്ച് നിങ്ങളുടെ പിറകീന്ന് മാറാതെ നിങ്ങളുടെ കൂടെ നടന്നിരുന്ന ഇന്ദു. നിങ്ങളാണ് സർവസ്വമെന്ന് കരുതി നിങ്ങളെ പ്രാണനെ പോലെ സ്നേഹിച്ച ആ പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് നിങ്ങൾക്കറിയോ? ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായി പൂർവ്വ ബന്ധമുണ്ടെന്ന് അറിഞ്ഞപ്പോ തകർന്നു പോയതേ അവളുടെ മാനസിക നിലയാ. ഒരർത്ഥത്തിൽ നന്നായി. പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയ വഞ്ചകനായ അവളുടെ ഭർത്താവിനെ അയാൾ ഒരു ചതിയനാണെന്ന കാര്യം മറന്നുകൊണ്ട് ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ട് ഗോപേട്ട 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 എന്ന് വിളിച്ചോണ്ട് നടക്കാം. എന്നിട്ട് നിങ്ങളോ ഇങ്ങനൊരു അധ്യായം ജീവിതത്തിൽ ഇല്ലെന്ന് മനഃപൂർവ്വം വിസ്മരിച്ചു. ചവച്ചു തുപ്പി ഉച്ചിഷ്ടം പോലെ എത്ര എളുപ്പത്തിലാ നിങ്ങൾ അവൾ ഉപേക്ഷിച്ച് കളഞ്ഞത്.
അവളുടെ വയറ്റിൽ വളരുന്ന നിങ്ങളുടെ കുഞ്ഞ് അതാണോ പെണ്ണാണോ എന്ന് പോലും നിങ്ങൾക്കറിയില്ല. പാവം അമ്മുക്കുട്ടി. 6 വയസ്സുകാരിയായി അവളുടെ മനസ്സിൽ അവളുടെ അച്ഛൻ അവൾക്ക് ഇന്നൊരു കടങ്കഥയാ. ഇന്ദുവിനെ നിങ്ങൾ മറന്നേക്കേ, പക്ഷേ നിങ്ങളുടെ ജീവന്റെ തുടിപ്പായ അമ്മുക്കുട്ടിയെ അവളെ എങ്ങനെ മറക്കാൻ നിങ്ങൾക്ക് മനസ്സ് വന്നതാ? നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചാലും ഇല്ലെങ്കിലും ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. അപമാനിതനായി അന്ന് പടിയിറങ്ങേണ്ടി വന്നത് ഇന്നൊരു ദുസ്വപ്നം പോലെയാണ് ഞാൻ ഓർക്കുന്നത്. ഇന്ദുവിനോട് ഒരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എൻ്റെ ജീവിതത്തിൽ മറ്റൊരു സ്ത്രീ കൂടി ഉണ്ടെന്നുള്ള സത്യം ഞാൻ മറച്ചു വെച്ചു. അത് പറഞ്ഞ ഇന്ദുവിനെ എനിക്ക് നഷ്ടപ്പെടുമെന്നുള്ള പേടി. കൊള്ളാം, അസലായിട്ടുണ്ട്. കുറ്റബോധം, പശ്ചാത്താപം, പിന്നെ സഹതാപം പിടിച്ചുപറ്റൽ. ഇതിനൊക്കെ നിങ്ങൾ ആണുങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. സമ്മതിക്കണം നിങ്ങളുടെയൊക്കെ ആ ഒരു മിടുക്ക്. പ്ലീസ് മതി, കുറെ ആയല്ലോ കുറ്റപ്പെടുത്തലും കളിയാക്കലും. നിങ്ങൾ ആരാണെന്ന് പോലും ഞാൻ തിരക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ഇത്രയൊക്കെ ചോദിച്ച സ്ഥിതിക്ക് എൻ്റെ അവസ്ഥ കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ ഒരു വശം മാത്രം അറിഞ്ഞുകൊണ്ടുള്ള ഈ ഒരു കുറ്റപ്പെടുത്തൽ അത് ശരിയല്ല. ഓഹോ, അത് ശരി. എന്നാ കേൾക്കട്ടെ ആ മറുവശം കൂടി. മുറച്ചെറുക്കനെന്ന് മുദ്രകുത്തി അമ്മാവൻ്റെ മകളെ അന്നെന്നെ തലയിൽ കെട്ടിവെച്ചപ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല അതെനിക്കൊരു ഭാരമായിരിക്കുന്നു. അവൾ എൻ്റെ ഭാര്യയാണെന്ന് പറയാൻ പോലും എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. അഹങ്കാരവും ധിക്കാരവും നിഷേധമൊക്കെ കൂട്ടിക്കൊഴിച്ച ഒരു ഭീകര സ്വത്വം അവളായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശാപം. ഒരിക്കലും പൊരുത്തപ്പെടാനാവാത്ത വിധം ഞങ്ങൾ അകന്നു, ഒരുപാട് അകലത്തിൽ. ആ ഇടയ്ക്ക ഇന്ദു എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ മറ്റെല്ലാം ഞാൻ മറന്നു. പിന്നെ അവളായിരുന്നു എൻ്റെ എല്ലാം. പക്ഷേ എല്ലാം ഞൊടികട കൊണ്ട് തീർന്നില്ലേ? വല്ലാത്തൊരു ശപിക്കപ്പെട്ട ജന്മം എൻ്റെത്. അന്നെന്നെ വലിച്ചഴിച്ചുകൊണ്ടുപോയി വീണ്ടും അങ്ങോട്ട് പറിച്ചു നടാൻ അവരൊരുപാട് ശ്രമിച്ചു. ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കുന്നുള്ളത് എത്ര സത്യമാണ്. പിന്നെ അവിടെ നിന്നും ഒരു രക്ഷപ്പെടലായിരുന്നു, ഒരുതരം ഒളിച്ചോട്ടം. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഇന്ദുവിനെ വന്ന് കണ്ടില്ല? എങ്ങനെ കാണും ഞാൻ അവളെ? എന്ത് മുഖം വെച്ചാ കാണുക? മറ്റൊരുത്തിക്ക് ജീവിതം പങ്കുവെച്ചവനെ ഏത് സ്ത്രീയാ പിന്നെ അവളുടെ ഭർത്താവായിട്ട് അംഗീകരിക്കുക? നിങ്ങളാണെങ്കിൽ സമ്മതിക്കുമോ? നിങ്ങളെന്നല്ല, ഒരു പെണ്ണിനും അത് അംഗീകരിക്കാനാവില്ല. പക്ഷേ ഇന്ദുവിന്റെ ആ കണ്ണീര്, അവളുടെ ശാപം, അതെല്ലാം നിഴല് പോലെ ഇന്നും എന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. ഞാനിന്ന് മരണവും കാത്തു കഴിയുന്നൊരു ജീവച്ചവാ. ഇന്ദുവിനോട് ഞാൻ ചെയ്ത അപരാധത്തിന് ദൈവം നൽകിയ ശിക്ഷ. എന്റെ അസുഖം എന്താണെന്ന് പോലും എന്നെ ചികിത്സിക്കുന്നവർക്ക് അറിഞ്ഞുകൊടുങ്ങി. പിന്നെ അതിൽ പര ശിക്ഷ എന്താ ഇനി എനിക്ക് കിട്ടാനുള്ളത്? ഒന്നവർക്കറിയാം, എന്റെ യാത്ര മരണത്തിലേക്കാണെന്ന്. ഇന്ദുവിനെ കാണുമ്പോ ഒന്ന് പറഞ്ഞേക്കും, ഇന്നും ജീവന് തുല്യം ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന്. പിന്നെ എന്നെ വഴക്ക് പറയില്ലെങ്കിൽ ഒരാഗ്രഹം കൂടി എനിക്കുണ്ട്. മരിക്കുന്നതിന് മുമ്പ് എൻ്റെ ഇന്ദുവിനെയും മകളെയും എനിക്കൊന്ന് കാണണമെന്നുണ്ട്. നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനൊരവസരം ഉണ്ടാവും. പക്ഷേ ഒരു റിക്വസ്റ്റേ ഉള്ളൂ, ഇനി അവരിൽ നിന്ന് നിങ്ങൾ ഒളിച്ചോടരുത്. ഒരിക്കലുമില്ല. മരണത്തിൽ നിന്ന് പോലും ഒളിച്ചോടാനാവാത്ത ഞാൻ ഇനി എങ്ങോട്ട് പോവാനാ? എന്നെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു വിലാസം ഞാൻ കുറിച്ചു തരാം. ഇന്ദുവിനെ മകളെ കാണാൻ ആ വിലാസം ഉപകരിച്ചാലോ? സ്വർണ്ണമയൂര
കുഞ്ഞമ്മയ്ക്ക് നാളെ പരീക്ഷ. വായന വലിയ കേമാണല്ലോ. ഒന്ന് പോടി ഇവിടുന്ന്. പാവം അമ്മൂമ്മ വിചാരിക്കുന്നുണ്ടാവും ക്ലാസ്സിലേക്കുള്ളതാ പഠിക്കണേന്ന്. വാരികയിലെ നോവല് വായിക്കാന്ന് അമ്മൂമ്മയ്ക്കറിയോ? ദേ എന്നെ ഭരിക്കാൻ വരരുത് കേട്ടോ. ആദ്യം നീ പഠിച്ച് നേരെയാവ്. നന്ദിനി, നേരെ ഒരുപാടായി, ഇനി അവരെ കാണുന്നില്ലല്ലോ. ആശുപത്രിയിലേക്കാണെന്നും പറഞ്ഞു പോയിട്ട് ആ ഗോന്തനും വേണിയും എന്താ ഇത്രയും വൈകുന്ന? കൊച്ചു കുട്ടികളൊന്നും അല്ലല്ലോ, പോയാ തിരിച്ചു വരാനും അവർക്കറിയാം. അമ്മ ഇടന്ന് പരിഭ്രമിക്കണ്ട. ഗോവിന്ദന്റെ അവസ്ഥ നിനക്ക് അറിഞ്ഞൂടാ. അത്രയ്ക്ക് വയ്യാതായിട്ടുണ്ട് അവൻ. പോകുമ്പോ ആ കോപ്പാട്ടിലെ ഫോൺ നമ്പർ ഒന്ന് കുറിച്ചു കൊടുക്കായിരുന്നു. എങ്കി വിവരമെങ്കിലും വിളിച്ചു പറഞ്ഞേനെ. എന്താ ഏതെന്ന് ആർക്കറിയാം? ചിലപ്പോ ഇനി ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയതാണോ? ഛേ, മിണ്ടായിരിക്കടി. ത്രിസന്ധ്യയായിട്ട് വേണ്ടാത്തതേ എഴുന്നള്ളിക്കൊള്ളു. ബാക്കിയുള്ളവരുടെ മനസ്സിൽ തീയ. ഇത് ഇത്ര കാലം ഉണ്ടായിരുന്നില്ലല്ലോ ഈ തീയ്. എന്താ ഇപ്പൊ ആങ്ങളോട് മോളോട് ഒരു സ്നേഹം? കേക്കണ്ട എനിക്ക്. ഇവിടെ തന്നെ എടുക്കാച്ചുമുണ്ട് ഭാരമുണ്ട്. അതിനിടയ്ക്ക് വേറെ ചില വയ്യാവേലികള്. അമ്മ അമ്മയുടെ പാട് നോക്കി ഇരുന്നോളൂ. ഒരമ്മയും മോളും. ഇടേ, മുട്ടേന്ന് വിരിയുമ്പോഴത്തേക്കുള്ള നിന്റെ ഈ അഹങ്കാരം ഉണ്ടല്ലോ, അത് നിന്റെ നാശത്തിനാ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. കുറച്ച് കൂടുന്നുണ്ട് പെണ്ണിന്. കാര്യം പറയുമ്പോ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. ഈ ബന്ധവും സ്നേഹമൊക്കെ ഇപ്പോഴല്ലേ ഉണ്ടായുള്ളൂ. മുമ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ ഒരു ഓപ്പുളും മോളും. ഒടുക്കം ഗതി കെട്ടപ്പോ പിന്നെ ഓപ്പുള് വേണം. എന്നിട്ടിപ്പൊ ഞാൻ പറയണതാ കുറ്റം. അമ്മ വെറുതെ ഇവിടെ കിടന്ന് വേവലാതി പെടണ്ട. എപ്പോഴാ വരികയെന്ന് വെച്ചാ വരട്ടെ, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ? ദേ, നീ ഒരു കാര്യം ചെയ്. ഉള്ള അരി എടുത്ത് വേഗം അടുപ്പത്തിട്. അവര് വരുമ്പോഴേ നല്ല ചൂട് കഞ്ഞി കൊടുക്കണം. പിന്നെ അവർക്ക് വെച്ചു വിളമ്പി കൊടുക്കാനേ എനിക്കിപ്പോ വയ്യ. വേണ്ടടി, വേണ്ട. നീ ഒന്നും ചെയ്യണ്ട. കഴിക്കാൻ നേരത്തെ അങ്ങോട്ട് വന്നാ മതി. ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചേക്കാം. അവളുടെ ഒരു പറയുന്നില്ല. പേടിപ്പിച്ചളഞ്ഞല്ലോ നാശം. എന്നെ വെറുതെ നാശം എന്നൊക്കെ വിളിച്ചോണ്ടല്ലോ. ചോദിക്കാനും പറയാനും ഓളില്ലാന്ന് വിചാരിക്കണ്ട. ഇപ്പൊ വരും ഗോപേട്ടൻ. അമ്മാവൻ ആശുപത്രിന്ന് വരുമ്പോ നോക്കിക്കോ, കൂടെ ഉണ്ടാവും എന്റെ ഗോപേട്ടൻ. കാത്തിരുന്നോ അതും നോക്കി. നിനക്കേ അസൂയ, എന്റെ ഗോപേട്ടൻ വരുന്നോണ്ടുള്ള അസൂയ. ഗോപേട്ടനെ കണ്ടുപിടിക്കാന് എനിക്ക് വാക്ക് തന്നിട്ടുള്ളതാ വേണി ചേച്ചി. വാക്ക് നമുക്ക് കാത്തിരുന്ന് എന്നെ കാണാം. കാണാനൊന്നുമില്ല, നീ നോക്കിക്കോ. ഗോപേട്ടൻ വരുമ്പോ ഒരു പെട്ടി നിറച്ച് സ്വർണ്ണപ്പണ്ടവും സാരികളും ഒക്കെ ആയിരിക്കും. അതെ, മോഹമൊക്കെ കൊള്ളാം, പക്ഷേ നടന്നത് തന്നെ. ഓ കുഞ്ഞമ്മേ, എന്റെ അച്ഛൻ വരുമോ? നിനക്ക് എന്താ അമ്മുക്കുട്ടി, ഇതിന് വട്ടല്ലേ? ഇതൊക്കെ നീ വിശ്വസിക്കാ? അതെ, എന്റെ കുട്ടിയോട് നിന്റെ വലിയ ലോകിയൊന്നും വേണ്ട. മോളെ, ആ പൂതനയോട് മിണ്ടണ്ട, അവള് ചീത്തയാ. പൂതനെ, മോളിങ്ങി വന്നേ, അമ്മ ഒരു കഥ പറഞ്ഞുതരാം. വാ, ഇങ്ങോട്ട് വാ. വാ. എന്ത് കഥ? വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ കഥ. മോളിരിക്കെ, അമ്മ കാണിച്ചു തരാട്ടോ. മോള് മഹാബലി, അമ്മ വാമനൻ. വാമനൻ മഹാബലിയുടെ തലയില് ഇങ്ങനെ ഇങ്ങനെ. അയ്യോ അമ്മേ, തല വേദനിച്ചിട്ട് വയ്യ. വെക്കട്ടെ. അയ്യോ, അനന്താ. ഏതാ തള്ളേ ഇപ്പൊ ഇവിടെ ഒന്ന് താമസിക്കുന്ന തന്തയും അയാളുടെ കൂടെയുള്ള മറ്റേ പെണ്ണും? അത് എന്റെ ആങ്ങളെയും അവന്റെ മോളും. ഏത് ആങ്ങളെയും മോളും ആയാലും ആ വക പുറതെ ഒന്നും ഇവിടെ വേണ്ട. ഇത്രയും കാലമില്ലാത്ത ആങ്ങളെയും മോളും പൊട്ടിമുളിച്ച് എവിടെന്നാ? എവിടെ? വിളിക്കവരെ. ഈ അനന്തൻ അവരെ ശരിക്കൊന്ന് പരിചയപ്പെടണം. ഗോവിന്ദൻ ഇവിടെ ഇല്ല, ആശുപത്രി കൊണ്ടുവരിക. ഇവിടെ വന്നപ്പോഴേക്കും നിങ്ങളുടെ ഗോവിന്ദൻ എന്താ ഇത്ര വലിയ അസുഖം? അവന് എന്തോ ഹാർട്ടിന്. എങ്ങനെയാ കുഴപ്പമില്ലാതിരിക്കുക? അതുപോലത്തെ പ്രവൃത്തികളല്ലേ തന്തയും മോളും കൂടി അവിടെ ഒപ്പിച്ചു വെച്ചിരിക്കണേ. എന്ത് പ്രവൃത്തി, എന്ത് പ്രവൃത്തി ദൂഷ്യങ്ങള്? അത് ശരി, അപ്പൊ അതൊന്നും അറിയത്തില്ലല്ലേ? പിന്നെ എന്ത് ചേമ്പ് കണ്ടിട്ടാ അവരിവിടെ കയറി താമസിപ്പിച്ചിരിക്കണേ? രണ്ടും കുറ്റിയും പറിച്ച് ഇവിടെ വന്നപ്പോഴേ എനിക്ക് തോന്നി സംഗതി വശപ്പശകാന്ന്. സ്വന്തം നാട്ടിൽ നിന്ന് ഒളിച്ചോടി പോരണമെങ്കില് അവര് ചില്ലറക്കാരൊന്നുമല്ല.
നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? സ്വന്തം ആങ്ങളുടെയും മോളുടെയും സീക്രട്ടുകൾ തള്ളക്കറിയില്ലെങ്കിൽ അത് ഈ അനന്തം പറഞ്ഞു തരാം. ആ പെണ്ണ് എന്താ മുതലെന്ന് തള്ളക്കറിയോ? അവളുടെ ഒരു കൂട്ടുകാരി പെണ്ണ് ആരാന്റെ കുഞ്ഞിനെ വയറ്റിലുണ്ടാക്കിയിട്ട് അങ്ങ് കെട്ടി തൂങ്ങി ചത്തു. അതിനുള്ള കാരണക്കാരി അവളാ, നിങ്ങളുടെ പൊന്നാങ്ങളുടെ മോള്. സംഗതി നാട്ടില് മൊത്തം നാറ്റക്കേസായപ്പോഴാ തന്തയും മോളും കൂടി രാഖി രാമാനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ. നിനക്കിതൊക്കെ എങ്ങനെ അറിയാം? അനന്തൻ ആരാ മോൻ? അങ്ങനത്തെ ഗുഡൻസുകളൊക്കെ ആദ്യം ഈ അനന്തൻ അറിയും. അല്ലേ തന്നെ അറിയാതിരിക്കാൻ അവരങ്ങ് ദുബായിലൊന്നും അല്ലല്ലോ, ഈ കൊച്ചു കേരളത്തിൽ തന്നെയല്ലേ. എന്റെ ബലമായ സംശയം ആ പെണ്ണും ഒരു ദുർനടപടിക്കാരിയാണെന്നാ. അതവളുടെ ലക്ഷണം കണ്ട അറിയാം. അനന്ത, വെറുതെ ഇല്ല വചനം പറയരുത്. അനന്തൻ സത്യേ പറയൂ. ദേ, പിന്നൊരു കാര്യം പറഞ്ഞേക്കാം, ഈ വക അലവലാദികളൊന്നും നാട്ടി വെച്ച് പൊറപ്പിക്കരുത്. നാളേക്ക് നാളെ വണ്ടി കയറ്റി വിട്ടേക്കണം, അല്ലെങ്കിലേ ഈ അനന്തൻ അതിന്റെ നാണക്കേട്. അയ്യോ, എനിക്ക് വയ്യ അവരെ ഇവിടെ ഇറക്കി വിടാൻ. ഞാൻ അതിന് സമ്മതിക്കില്ല. തള്ളെ പറഞ്ഞതനുസരിച്ച് കൊന്നുകളയും ഞാൻ. എന്നെ കൊന്നാലും ശരി, ഞാൻ അവരെ ഇവിടെ ഇറക്കി വിടില്ല. അയ്യോ അയ്യോ, എന്നെ കൊന്നാലും ഞാൻ അവരെ ഇവിടെ ഇറക്കി വിടില്ല. ഇല്ല, ഇല്ല, ഇല്ല. അയ്യോ മോളെ, എന്റെ കഴുത്ത്. അയ്യോ